ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വീറ്റ് ആപ്പിൾ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ഇട്ടിട്ടുണ്ട്, അതായത് പട്ടയുടെ പൊടിയാണത്. എന്നിട്ട് ഇതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നല്ലൊരു ക്രീമി പരുവത്തിൽ ഇത് കിട്ടിയത്. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാനെടുത്തത് വലിയ 2 ആപ്പിളാണ്. ഇതൊന്ന് പീൽ ചെയ്തിട്ട് ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ട്. അതുപോലെ ഇത് പീല് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ പീല് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ അകത്ത് കേടുണ്ടാവും. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. പീല് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് അതിൻ്റെ സീഡിൻ്റെ പോർഷനും അതിൻ്റെ സൈഡിലുള്ള തൊലി എല്ലാം നല്ലതായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് പീസാക്കി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം പീസസാക്കി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചതിൻ്റെ പ്യൂരിയാക്കി എടുക്കുകയാണ്. ഇത് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം അത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി അതുകൊണ്ട് അതിനകത്തിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് തന്നെയാണ് ഞാൻ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തത്. ആദ്യം ഞാൻ 1.5 കപ്പ് വീറ്റ് ഫ്ലോറാണ് ചേർത്ത് കൊടുത്തത്. 1.5 കപ്പ് ഇട്ടതിന് ശേഷം അതിനകത്തിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത് 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രാവശ്യം ഇടുന്നത്. 4 പ്രാവശ്യമായിട്ടാണ് ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതിനകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് അത് ബൗളിനകത്തിലേക്ക് ഇടഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തു. നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ എത്ര അരിച്ചാലും അതിനകത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് ബാക്കി വരും. ദാണ്ട് കണ്ടില്ലേ, ഇത്രയും ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ട്. ഈ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്യണം. ഒരു സ്പാച്ചുല കൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. 1 സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് പൊക്കി ഇങ്ങനെ എടുക്കണം. സാധാരണ നമ്മളുണ്ടാക്കുന്ന കേക്ക് മിക്സിൻ്റെ അത്രയും അങ്ങ് ലിക്വിഡായിട്ട് വരരുത്. കുറച്ചൊന്ന് ഡ്രൈ, കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഡ്രൈ അല്ല, ഒരുപാടങ്ങ് ലൂസാവാനും പാടില്ല. അത്രയും അങ്ങ് ലിക്വിഡായി കഴിഞ്ഞാൽ ഇത് ഒരുപാട് താമസം എടുക്കും ആയി കിട്ടാനായിട്ട്. എന്നിട്ട് തന്നെ ഗോതമ്പല്ലേ, അപ്പോൾ അത് ഇത് പൊങ്ങി വരാനായിട്ട് സമയമെടുക്കും. എന്നിട്ട് തന്നെ എനിക്ക് 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ എനിക്ക് കേക്ക് വെക്കുന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാനത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആപ്പിൾ പ്യൂരിയും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മളൊരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്താൽ മതി. അതുപോലെ ഇനി ഇതിനകത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിനകത്തിലേക്ക് ചേർക്കാനുണ്ട്. ഓവൻ സെറ്റപ്പ് റെഡി ആയിരിക്കുകയാണ്. 5 മിനിറ്റ് മുമ്പേ ഞാൻ ഹൈ ഫ്ലെയിമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഉപ്പ്. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഒരു ഇച്ചിരി ഡ്രൈ ആയതുപോലെ തോന്നി, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇച്ചിരി കൂടെ ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്.
ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ബേക്കിംഗ് ടിൻ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയും ലൂസേ ആകാവുള്ളത്. ഒരു ടവൽ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് നല്ലോണം ടാപ്പ് ചെയ്യണം. ഏകദേശം ഒരു 1/2 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവലാകുകയും ചെയ്യും അപ്പോഴത്തേക്ക്. ഇനി ഇതിൻ്റെ പുറത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഒന്ന് ചുറ്റിലും ഇട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ നട്ട്സോ എന്തെങ്കിലും സീഡ്സോ അതുപോലെ മുന്തിരിങ്ങയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വെളുത്തുള്ള മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഞാനിതൊരു 2-3 പ്രാവശ്യം നോക്കി കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് നോക്കുമ്പോൾ ഇത് ശരിയായിട്ടില്ലായിരുന്നു. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് നോക്കിയത്. പക്ഷേ ഇത് ശരിയായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചു. വീണ്ടും ഞാൻ നോക്കുകയാണ്. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഒട്ടും അതേ പറ്റിയിട്ടില്ല സ്ക്വീസറിൽ. ഓക്കെ, അപ്പം നമുക്കിത് വാങ്ങാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി കെട്ടിട്ട്, ഇപ്പോഴിത് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ശകലം ഒരു കറുപ്പല്ല, നല്ല ഇച്ചിരി മൂപ്പ് കൂടിപ്പോയിട്ടുണ്ട് ഒരു സൈഡ് മാത്രം. ബാക്കിയെല്ലാം ഒക്കെ അടിപൊളി കേക്കാണ്. നന്നായിട്ട് പൊങ്ങി വന്നു, ഒട്ടും താന്നില്ല. ചിലപ്പോൾ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ താന്നു പോകത്തില്ലേ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷെ നല്ല ഇതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സ്പഞ്ചി കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.